ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഷവർമ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണേ. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, കാബേജ്, കക്കരി, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. കുരുമുളകും ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കേ, എന്നിട്ട് കാണാം. ഇത് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കാനുള്ള പാലാണ്. മുട്ടയും സൺഫ്ലവർ ഓയിലൊന്നും ഇടാതെയുള്ള മയണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചാണ്ട് നമുക്ക് പിരിച്ചെടുക്കുക. ഇത് മയണൈസിക്കുള്ള ഇതാണ് പാല്. ഇത് തിളച്ച് വരട്ടെ, നമുക്ക് കുറച്ച് സൂപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ അതിന്ന് 2 സ്പൂൺ പാല് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ കട്ടിയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിക്ക് 1 സ്പൂൺ സുർക്ക വയ്ക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇത് പിരിഞ്ഞ് വന്ന് റെഡി ആയിട്ടിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ആക്കിയാണ്ട് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുകയാണ്. മയണൈസ് അരച്ചെടുക്കാം കേട്ടോ. ഇനി പനീർ ഇതിലിട്ടിട്ടുണ്ട്. വെള്ളം പറ്റ വാർന്നിട്ടുണ്ട്. ഇനി ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഇതിനുള്ളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ കുറച്ച് മാറ്റി വെച്ച പാൽ ഒഴിക്കണ്ടേ. അപ്പം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് ഇത്ര കട്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാതും ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കാബേജ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഇത് കക്കരിയാണ്, പിന്നെ ക്യാരറ്റ്, ഇനി ചിക്കൻ. ഈ പാത്രം ചെറുതാണല്ലോ. പാത്രം മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിട്ട് ഇളക്കി ഇനി മയണൈസും കൂടി കൂട്ടി ഇളക്കിയെടുക്കാം കേട്ടോ. ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. മൊരിയൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പം നമുക്ക് ഇനി ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.